അതുപോലെ കസ്റ്റമറോട് എനിക്ക് അറിയാവുന്ന രീതിയിൽ കൈകൊണ്ടും കാലുകൊണ്ടും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഞാൻ ഈ 6 വർഷം ജോലി ചെയ്തപ്പോഴും എനിക്ക് ലാംഗ്വേജ് അത്ര പര്യാപ്തമായിരുന്നില്ല. അറബി ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലാണ്, ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി മലയാളികളോടാണ്. പക്ഷെ എന്നിട്ട് പോലും ഇത് എൻ്റെ ആവശ്യമാണ് എന്നുള്ള കാരണം കൊണ്ട് ഓഫ്കോഴ്സ് ഞാൻ പല സോഴ്സിലൂടെയും അറബി ഹിന്ദി പഠിക്കാൻ ശ്രമിച്ചു. അതുപോലെ കസ്റ്റമറോട് എനിക്ക് അറിയാവുന്ന രീതിയിൽ കൈകൊണ്ടും കാലുകൊണ്ടും കാര്യങ്ങൾ പറഞ്ഞു വിറ്റുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും അപ്പൊ എൻ്റെ കൈയും കാലും മുഖവും ആംഗ്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അത് ചെയ്തു. കച്ചവടം നടന്നു. അത് വിജയിച്ചു. തീർച്ചയായും അടുത്ത പടി എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ രീതിയിലൊക്കെ സോഴ്സ് ചെയ്തതിൻ്റെ. അപ്പോൾ അത് എനിക്ക് ക്ലിയർ ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ട് 2016 കഴിഞ്ഞിട്ട് 2017 ഞാനൊരു സംരംഭത്തിലേക്ക് കടന്നില്ല. 2018 ഞാൻ രണ്ടാമത്തെ ഒരു ഔട്ട്ലെറ്റ് തൊട്ടടുത്ത് തന്നെ ഇട്ടു. അത് ഇട്ട സമയം ആകുമ്പോഴേക്കും ഞാൻ അതിൻ്റെ പേര് മാറ്റി ടൈം സോൺ എന്നുള്ള പേരിലേക്ക്. ടൈം സോൺ